ഇന്ന് നമുക്കൊരു ചെറിയ ഔട്ട്ഡോർ ഡേ ആയാലോ? വാമനോസ്, ലെറ്റ്സ് ഗോ. ഹലോ, ഇന്ന് ഞങ്ങളിവിടെ ഒരു ലേക്കിന് ചുറ്റും നടക്കാൻ വേണ്ടി വന്നേ. വേഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിവിടെ ഒക്ലഹോമയിലെ സ്റ്റാൻലി ഡ്രൈപ്പർ എന്ന് പറയുന്ന ലേക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലേക്കാണ്. ഇവിടെ ഞങ്ങൾ പൊതുവെ കയാക്കിങ്ങിനും പിന്നെ നടക്കാനൊക്കെ ആയിട്ട് വരുന്നത്. ഇവിടെ നല്ലൊരു വാക്കിംഗ് ട്രെയിൽ ഉണ്ട്. ഇത് റണ്ണിങ്ങിനും ഇതിലെ കൂടെ ബൈക്കിങ്ങിനൊക്കെ ആൾക്കാർ വരുന്നത്. ഇന്ന് ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് കണ്ടോ 13 മൈൽസ് ഉണ്ട്. ഇവിടെ കൊച്ചിനെ തള്ളിക്കൊണ്ട് പോവാണ്. നമ്മൾ അവനെ സ്ട്രോളറെ വെച്ചോണ്ടാണ് പോകുന്നത്. ഇന്ന് ഞങ്ങളുടെ കൂടെ എൻ്റെ സിസ്റ്ററും ബ്രദറിൻലോയും ഉണ്ട്. ഞങ്ങൾ വണ്ടിയൊക്കെ കണ്ടോ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് പാർക്കിംഗ് ഏരിയ. അങ്ങനെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നമ്മുടെ ട്രക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരെ നമ്മൾ കായാക്കി കയറ്റി വിട്ടേക്കുക. നമുക്കൊരു കായാക്കേ ഉള്ളൂ. പിന്നെ കൊച്ചിന് ലൈഫ് ജാക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങുന്നില്ല. അവർ രണ്ടുപേരും കൂടെ അവരിങ്ങനെ പോയിട്ടുണ്ട്. അവരിതുണ്ടോ അതുവഴി ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ ലൈക്ക് അങ്ങ് ഒരുപാട് ദൂരോട്ട് പോകുന്നുണ്ട്. നല്ല രസമാണ്. ഇത് കുറേ കയറി ഇറങ്ങിയിട്ടുള്ള ഷേപ്പുള്ളത് കാരണം ഇത് കാണാനും നല്ല രസമുണ്ട്. ഇവിടെ പിന്നെ ആൾക്കാർ മീൻ പിടിക്കാനും വരും. പിന്നെ ഇവിടെ ബോട്ട് ഇറക്കുകയും ചെയ്യാവേ ഇവിടെ. അതുപോലെ തന്നെ ഒക്ലഹോമയിലെ ഓൺലി സ്കീയിങ് ലേക്കുമാണിത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഒരുപാട് പേര് ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ബോട്ടും കൊണ്ടൊക്കെ വരുന്നവരുണ്ട് ഇഷ്ടം പോലെ. നമുക്ക് ബോട്ടില്ല, കായാക്കേ ഉള്ളൂ. അപ്പോൾ 2 പേർക്ക് ഇരുന്ന് തുഴയാന്ന് കൂട്ട് കുഞ്ഞു വള്ളമാണ്. അപ്പോൾ അതൊരു രസമാണ്. നമുക്ക് വേണമെങ്കിൽ മീനും പിടിക്കാം. ചൂണ്ടയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് മീനും പിടിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഇടയ്ക്കും വെള്ളപ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. എല്ലാ കൊല്ലവും തന്നെ നമ്മൾ ഒരു സ്പ്രിങ് സമ്മർ ആകുന്ന സമയത്ത് നമ്മൾ പൊതുവേ ഇവിടെ വരിക, ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് കുറച്ച് നമ്മൾ വന്ന് ചെയ്യുന്നതാണ് എല്ലാ വീക്കെൻഡും തന്നെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങാറുമുണ്ട് ഇതുവഴി. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ വാക്കിംഗ് ട്രെയിൽ നല്ല രസമാണ്. ഇതിങ്ങനെ കുറേ വളഞ്ഞിങ്ങനെ വഴികളൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു സ്പെഷ്യൽ സ്ഥലം കൂടെയുണ്ട്. കുറച്ചങ്ങ് ദൂരെയാണ്. ഞങ്ങൾ ഇന്ന് കൊച്ചിനെയും കൊണ്ട് അവിടെ വരെ പോകുമെന്നറിയില്ല. പക്ഷേ ഈ ലെങ്ത്തിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഇതിലൂടെ എങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോൾ ഇവിടെ ഡ്രോൺ പറപ്പിക്കുന്ന ഒരു ചെറിയൊരു എയർ സ്ട്രിപ്പ് ഉണ്ട്. അതെ, അത് ഡ്രോണിന് ഒരു എയർപോർട്ട് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ കുറേ പേര് ഈ ഹോബി എയർക്രാഫ്റ്റും കൊണ്ട് ഈ UAV എന്ന് പറയും, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, അല്ലെങ്കിൽ ഡ്രോണുകൾ, അതുകൊണ്ട് ഇങ്ങനെ വന്ന് പറപ്പിക്കുന്നത് കാണാം. നല്ല രസമാണ്. ഇതുണ്ടോ അതെ, കോമ്പറ്റീഷനൊക്കെ നടക്കുമ്പോഴും അല്ലെങ്കിൽ അതുപോലെ മാരത്തോണൊക്കെ നടക്കുമ്പം ഇങ്ങനെ ട്രെയിൽ മാർക്കറാണ് ഇത്. ഇതുണ്ടോ ബൈക്കിൽ ആൾക്കാർ വരുന്നുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ ആൾക്കാർ ബൈക്ക് ചെയ്ത് പോകുന്നുണ്ട് കുറേ പേര്. പിന്നെ അതുപോലെ തന്നെ അവിടെ ബോട്ടുകൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ബോട്ടിൻ്റെ പാർക്കിംഗ് ഏരിയ. ഞാൻ കാണിച്ചു തരാം. ഉണ്ട് അവിടെ ഒരുപാട് പേർക്ക് അങ്ങനെ ബോട്ടുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമുണ്ട്. പിന്നെ അവിടെ കിടക്കുന്ന മിക്കുള്ള കാറുകൾക്ക് ഈ ബോട്ടിൻ്റെ ബോട്ട് റാമ്പല്ല, ബോട്ട് ട്രെയിലർ ഉണ്ട്. അപ്പോൾ ഈ ബോട്ട് എടുത്തിട്ട് ഇവരൊക്കെ ഫിഷിംഗ് പോകുമായിരിക്കും. ഇവിടെ എന്തൊക്കെ ഫിഷോ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മളേതായാലും ഫിഷിങ് പ്രോയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ട്രെയിൽ വഴി നടന്നു വരുമ്പം ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് പേരെ ഞങ്ങൾ കണ്ടു. ഇന്ന് കയാക്കിങ്ങിന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവരവിടെ വേവ് ചെയ്യുന്നു. തിരിച്ചു വരാൻ നല്ല പാടാൻ തോന്നുന്നു. പൊതുവേ തിരിച്ചു തുഴയാനാണ് ബുദ്ധിമുട്ട് കൂടുതൽ. അവർ നോക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി ഇത് റെക്കോർഡ് ചെയ്യുമെന്ന്. എന്നിട്ട് അവർ വർത്തമാനം പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റും ഇവിടെ. ആഹാ, അവളവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ, തുഴയുന്നൊന്നുമില്ല. തുഴയേ കാണാമോ? ഇവിടെ ഉണ്ട്. കുറച്ചും കൂടെ അടുത്തോട്ട് പോയിട്ട് ഒരു ബെറ്റർ ഷോട്ട് കിട്ടുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ പിക്നിക് ഏരിയ ഒക്കെ പോലെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ, ഞാൻ ഓഫ് ട്രെയിലാണ് വരുന്നത്, പക്ഷേ എന്നാലും ഇതിലെ കൂടെ ഇങ്ങനെ വന്ന് ഇച്ചിരി കൂടെ അവരെ കാണാവുന്ന ഭാഗത്തിന് വരാം. നമ്മൾ ഈ കയാക്കി സാറ്റർഡേസ് ഇറക്കുമ്പോൾ അല്ലേ, പൊതുവേ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഭാഗമല്ല, പക്ഷെ എന്നാലും
അവർ ചിലർ കുറച്ച് പേര് ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഗ്രൂപ്പ് കയാക്കിങ് ശരിക്കും ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ അവർ തുഴയും. അതെ, നമ്മൾ അത്രയ്ക്കൊന്നും ഇന്റൻസ് ആയിട്ട് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി ചെയ്യുന്ന. അതെ, ഇത് പകുതി പോലെയല്ല, ഒരു ക്വാർട്ടർ ആവുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഞാൻ എടുക്കും. ക്രിസ്റ്റോന് പിന്നെ പോകണമെന്നുണ്ട്, പക്ഷെ ഒരാളെ തുഴഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും. പിന്നെ ഒരുവിധം കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല വേവ്സും ഉണ്ടാവും. അപ്പം നമുക്കങ്ങനെ അത്രയ്ക്ക് കടലിലെ പോലെയൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് കുറേ നേരം കഴിയുമ്പോൾ നമ്മളങ്ങ് മടുക്കും. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മടുക്കും. നമ്മൾ സാന്റിയാഗോയിലെ ലഹോയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി സീ കയാക്കിംഗ് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയാണ്. അപ്പം കാലിഫോർണിയയിൽ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. ഇനി സാന്റിയാഗോയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയാണ്. അത് പോയി ചെയ്യണം ഞങ്ങൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സമയം കൂടെ വേണേ, അത് വേറൊരു കാര്യം. ഒരു ഫേമസ് ആർട്ട് സ്കൂളിന്റെ അടുത്തായിട്ടൊക്കെയാണ്. ഒരു നല്ല ലൊക്കേഷനും കൂടി, അപ്പം പോയി ചെയ്യാൻ ഏറ്റവും വലിയ കോറൽ റീഫ് അല്ല സംതിങ് അതിന് അതിന്റെ കോറൽ റീഫ് കോൺസർവേഷൻ അങ്ങനെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അവിടെ. എനിക്ക് വന്ന ഈ UC സാന്റിയാഗോയ്ക്കൊക്കെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ട്. കാണാമോന്നറിയില്ല. അവർ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും മിക്കവാറും. അവരങ്ങ് ഇച്ചിരി അങ്ങ് ഉള്ളിലോട്ട് പോയിട്ട് എവിടെയെങ്കിലൊക്കെ ഇട്ട് ചൂണ്ടയിടാൻ വേണ്ടിയൊക്കെ പോകുന്നതാണ് പൊതുവേ. ഇവിടെ കുറേ ഇങ്ങനെ ഡിറക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, എന്തോരെ ദൂരമുണ്ടെന്നും ചെക്ക് പോയിന്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്കാർക്ക് ഒരു അപ്രോക്സിമേറ്റ് ഐഡിയ കിട്ടുമല്ലോ. വല്ല മാരത്തോൺ നടക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. എന്നിട്ട് ഈ ലേക്കിന് ഒത്തിരി എൻട്രി പോയിന്റ്സ് ഉണ്ട്. സോ മിക്കുള്ള പോയിന്റ്സ് ഒക്കെ അവർ ക്ലോസ് ചെയ്തിട്ട് ശ്വാസം വിട്ടു. അതെ, ചെറിയൊരു കയറ്റമുണ്ട്. അപ്പോൾ കയറുമ്പോഴത്തേക്ക് എന്താ ഇങ്ങനെ ചെറിയൊരു കയറ്റമാണ്. നടന്ന് കയറുമ്പോഴത്തേക്ക് കാറ്റ് പോകും. കൊച്ചിനെ തള്ളിക്കൊണ്ട് നമ്മൾ കൊച്ചിനെ ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൊച്ചിനെ കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് തന്നെ. ഞങ്ങൾ ഒന്ന് വണ്ടി അങ്ങ് നമ്മൾ തിരിച്ചു പോവുക. കാരണം അവരെത്തുന്ന മുമ്പേ നമുക്ക് അതെ, എൻ്റെ സിസ്റ്ററും ബ്രദറിലും അവർ രണ്ടുപേരും കൂടെ തിരിച്ച് തുഴയാൻ തുടങ്ങി. അപ്പം അവർ അങ്ങ് എത്തുമ്പോഴത്തേക്ക് അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തിരിച്ച് നടക്കുവാണേ ഈ ട്രെയിൽ വഴി. എനിക്ക് തോന്നുന്നു അവർ മടുത്തു. അവർ 1.25 മണിക്കൂർ പോയതേ ഉള്ളൂ. അന്നേരത്തേക്ക് അവർ മടുത്തു. അവരിപ്പം നിർത്തിയേക്കുവാ. അവരിത് അനങ്ങുന്നില്ല, അവിടെ വെള്ളത്തിൽ അങ്ങനെ അവിടെ ഇരിക്കുക. ഏതായാലും ഞങ്ങൾ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങ് താഴോട്ട് പോവുക. അവരിവിടെ വരും. ഈ മരങ്ങളുടെയൊക്കെ മാർബിലായിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ വരും. ഇവിടെ ഒത്തിരി പിക്നിക് ഏരിയസ് ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതെ, ഈ ലേക്കിൻ്റെ ചുറ്റും കുറേ സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പലയിടത്തായിട്ട് ബോട്ട് ഇറക്കാൻ പറ്റും. ബോട്ട് റാമ്പ് ഏരിയസ് ഉണ്ട്. ഇതുണ്ടോ അവിടെ അങ്ങ് പുറകിലുണ്ട്. ഞാൻ സൂം ചെയ്ത് വേണേൽ കാണിക്കാം, പക്ഷെ അത് ഭയങ്കര ബ്ലറി ആയിരിക്കും. അതുകൊണ്ട് അവിടെയൊക്കെ ചെറിയ ഹട്ട് പോലെയൊക്കെ കാണാം. അവിടെയൊക്കെ ബോട്ട് റാമ്പ് സ്ഥലങ്ങളുണ്ട്. അല്ല ഇവിടെ ഈ ബോട്ട് സ്റ്റോറേജ് ഏരിയ റെൻറ്റിലാണ്. പക്ഷേ അതല്ലാതെ റെൻറ്റ് ചെയ്യുന്നതാണോ ഓൺ ചെയ്യുന്നതാണോ എനിക്കറിയില്ല. പക്ഷേ ഏതായാലും ഇവിടെയൊക്കെ നമുക്ക് ബോട്ട് ഇറക്കാവുന്ന റാമ്പ് ഏരിയകളാണ്. എന്നുണ്ട് അവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ബോട്ട് ഇറക്കാവുന്ന. അതെ, ഡെക്കറേഷൻ ഇത് എന്തൊക്കെയോ ചെടികളാണ്. നമുക്ക് ഈ ചെടികളും പൂക്കളൊക്കെ വലിയ താല്പര്യമുള്ള സംഭവമാണ്. കല്ല് വെച്ചിട്ടുണ്ട്. ഇതിവിടെ എല്ലാം മണ്ണൊലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചുറ്റോളം ഇങ്ങനെ കല്ല് വെച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ മണ്ണാണ് കേട്ടോ. അത് അവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് പോലെ ചുമല്ല മണ്ണാണ്. ഇവിടുത്തെ ക്ലേ സോയിലാണ്. അപ്പോൾ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ചുമന്ന ഡാർക്ക് ചുമല മണ്ണാണ് ഇവിടെ ഉള്ളത്. ഞാൻ കാണിച്ചത് ഇപ്പുറത്തെ സൈഡിലൊക്കെ ഇതുണ്ട്, അവിടെയൊക്കെ കണ്ടോ മണ്ണ്. പിന്നെ വെള്ളം ഇവിടെ കയറി കിടന്ന് ഓവർഫ്ലോ ചെയ്ത് കിടക്കുന്ന സൈഡുണ്ട്. അവിടെ വലിയ വെള്ളം അങ്ങനെ ഒഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി എന്നതാ ചെടികളൊക്കെ നിന്ന് ചീഞ്ഞ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും അങ്ങനെ ഈ തണുപ്പ് കാരണം കൊതുകും ശല്യങ്ങളൊന്നുമില്ല. പക്ഷെ സമ്മർ ടൈം ആയിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല കൊതുകും എല്ലാം ഉണ്ട്. കൊതുകടി കിട്ടും. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ വരുവാണെങ്കിൽ ഫുൾ സ്ലീവൊക്കെ ഇട്ടുകൊണ്ട് വന്നില്ലെങ്കിൽ കൊതുക് നമ്മളെ ഓടിച്ചിട്ട് കടിക്കും. ഇതുണ്ടോ മണ്ണ്, ഞാനിതിവിടെ പറഞ്ഞില്ലേ ഫുള്ള് ചുമന്നായിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതാ ഇവിടെ നല്ല ചുമല മണ്ണാണ്. പിന്നെ ഇവിടെയൊക്കെ വെള്ളം നല്ല ഷാലോ ആയത് കാരണം ആൾക്കാർ വെള്ളത്തിന് നല്ല തണുപ്പാണ്. ഞാൻ കാലൊന്ന് മുക്കിയായിരുന്നു, നല്ല തണുപ്പുണ്ട്. വിൻ്റർ കഴിഞ്ഞില്ല, ഇപ്പോഴും വിൻ്റർ ടൈമാണ്. നമുക്ക് സാധാരണ ഫെബ്രുവരിയിലൊക്കെ ഈ നേരത്തെ സ്നോ ഒക്കെ ഉള്ളതാണ് ചില സമയത്ത്. ഈ കൊല്ലം നേരത്തെ വന്നു പോയി. പക്ഷെ നല്ല മഴക്കോളുണ്ട്. ഇന്ന് രാത്രി, ഇന്ന് വെളുപ്പിനെ മഴയുണ്ടായിരുന്നു. ഇനിയിപ്പം രാത്രിയിലും ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ പട്ടികളുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച്
പട്ടിയുടെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ അതൊന്ന് പെറുക്കാൻ ശ്രമിക്കണം. ഇവിടെ എല്ലാം പലയിടത്തും ആൾക്കാർ പെറുക്കാതെ ഇട്ടിട്ടുണ്ട്. അതൊരു മഹാബോർ ഏർപ്പാടാണ്. വെള്ളം നല്ല ശാന്തമായിട്ട് ചെറിയൊരു കാറ്റിൻ്റെ ഒരു ആട്ടമേ ഉള്ളുന്നുണ്ടോ. ഇങ്ങനെ വലിയൊരു വേവോ തിരമാലയൊന്നുമില്ല ഇവിടെ. ഇങ്ങനെ കുറേ കയറി ഇറങ്ങി കിടക്കുന്ന സ്ഥലമുള്ള കാരണം നല്ല രസമാണ്. പിന്നെ ബോട്ട് പോകുമ്പോഴാണ് ഇവർ ശരിക്കും ഈ വെള്ളം ഒന്ന് ഇളക്കി വിടുന്നത്. ഇവിടെ ആൻ ബേബിയുടെ സ്ട്രോളറിന് എന്തോ ഒച്ച കേൾക്കുന്നതെന്ന് പറഞ്ഞ് ഉള്ള വീലെല്ലാം ചവിട്ടി പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. ഇത് ബ്രാൻഡ് ന്യൂ ആണ്. ഞങ്ങൾ ഇത് ആദ്യമായിട്ട് ഇത് ഇറക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ആദ്യമായിട്ട് ഇറക്കുന്നതുകൊണ്ടും പിന്നെ എന്തോ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ എന്തോ പ്രശ്നമാണ്. 4-wheel drive വണ്ടിയാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കൂട്ട് ഒച്ച ഉണ്ടാക്കുന്നത്. ഓ സ്ലോ ആക്കുമ്പോഴാണ്. കൊച്ചിന് ഇഷ്ടപ്പെട്ടു. ഏതായാലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് ചെന്ന് അവരെ അവിടെ മീറ്റ് ചെയ്യാൻ, അവിടെ ബോട്ട് റാമ്പുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പം നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാം എങ്ങനെയാണ് നമ്മളിത് നമ്മുടെ കായാക്കി കയറ്റുന്നതെന്ന്. വലിയ സിസ്റ്റമൊന്നുമില്ല, നമ്മൾ അവനെ പൊക്കിയെടുത്ത് അങ്ങ് ട്രക്കിലോട്ട് ഇടുന്നു. പക്ഷേ ഏതായാലും അവരവിടെ അങ്ങ് വെള്ളത്തിൽ കിടക്കുക. കുറച്ച് ദൂരം കൂടെ ഉണ്ട്, ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തും. അപ്പോൾ ഞങ്ങൾ അന്നേരത്തേക്കും കറങ്ങി ട്രെയിൽ വഴി ഇങ്ങനെ കറങ്ങി പോകാനാണ്. അപ്പം ആനങ്ങ് എൻ്റെ മുന്നേ പോയി. അപ്പോൾ ഞാനും കൂടെ അങ്ങ് ചെന്ന് അവരെ അവിടെ ചെന്ന് അങ്ങ് മീറ്റ് ചെയ്യും. ഇവിടെ കണ്ടില്ലേ കുറേ പിക്നിക് ടേബിൾ ഉണ്ട്. അല്ല, സമ്മറായി കഴിയുമ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ നിറച്ച് ഇലയായി കഴിയുമ്പം നല്ല രസമായിരിക്കും അത്. എൻ്റെ ഈ ട്രെയിൽ ഇങ്ങനെ വളഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്, പക്ഷെ അത് അതിൽ കൂടെ അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ബൈക്ക് ചെയ്ത ആൾക്കാരങ്ങനെ പോകുന്നു. പിന്നെ ഇങ്ങനെ നല്ല രസം അത് കാണാൻ. അവരിപ്പോഴും അവിടുത്തെ കിടക്കും കേട്ടോ. ഞങ്ങൾ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു പോകുക, പക്ഷെ അവർ അനങ്ങിയിട്ടില്ല. അവരിപ്പോഴും അവിടെ തന്നെ നിൽക്കുക. പക്ഷേ സമ്മറൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക്, സ്പ്രിങ് സമ്മർ ആകുമ്പോഴത്തേക്ക് ഇത് നല്ല രസമാണ് ഇത് കാണാൻ. ഫുള്ള് പച്ചയായിട്ട് ഈ കരിഞ്ഞു ഉണങ്ങി നിൽക്കുന്നതെല്ലാം മൊത്തം പച്ചയായിട്ട് നിന്ന് കഴിയുമ്പം നല്ലൊരു രസമാണ്. പിന്നെ ചൂടായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ വൈകുന്നേരങ്ങളിൽ, അതായത് വെയിലിൻ്റെ ഷെയ്ഡ് നോക്കി വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ചൂടും അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കുള്ള കാറ്റും ഈ വെള്ളത്തിൽ നിന്ന് അടിക്കുന്ന കാറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല രസമാണ് ഇതുവഴി നടക്കാനും എന്തെങ്കിലുമൊക്കെ ബൈക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ഞങ്ങൾ ഈ ട്രെയിനിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ബൈക്കേഴ്സ് ഞങ്ങളെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നല്ല സ്പീഡിലാണ് അവർ പോകുന്നത്. കാരണം ഇവിടെ അങ്ങനെ ആൾക്കാർ ഈ സമയങ്ങളിൽ, എസ്പെഷ്യലി വിൻ്റർ ടൈമിൽ നടക്കുന്ന കുറവാണ്. ഇന്നിപ്പം നല്ല കാലാവസ്ഥ, ഇവിടെ ഒരു 66 ഡിഗ്രീസാണ്. അപ്പോൾ നല്ല കാലാവസ്ഥയാണ്, കൂൾ ക്ലൈമറ്റാണ്. ചൂടൊട്ടുമില്ല, ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ അങ്ങ് ചൂടായിക്കോളും. അപ്പോൾ നമ്മൾ കയാക്കിങ് കഴിഞ്ഞ് തിരിച്ചെത്തി കഴിയുമ്പം നമ്മൾ ആദ്യം തന്നെ ട്രക്ക് എടുത്ത് ബോട്ട് റാമ്പിലേക്ക് അടുപ്പിച്ച് വെക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കയാക്ക് എടുത്ത് ട്രക്കിലേക്ക് കയറ്റാൻ പറ്റും. ഈ പണിക്ക് 2 പേരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ട്രക്കും കയാക്കിൻ്റെ അടിഭാഗവും നമ്മൾ സ്ക്രേപ്പ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ട്രക്ക് നമുക്ക് റാമ്പിലേക്ക് ഒരുപാട് ഇറക്കിയിട്ടിട്ട് പിന്നെ വെള്ളത്തിൽ നിന്ന് തന്നെ തള്ളി കയറ്റാനേ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഒച്ച മേളിലൂടെ ആക്ച്വലി മിലിറ്ററി പ്ലെയിന് പോകുന്നതിൻ്റെ ഒച്ചയാണ്. നമുക്കിവിടെ ഒരുപാട് പ്ലെയിനുകൾ പോകാറുണ്ട്. അപ്പം ഞങ്ങളിത് കഴിഞ്ഞ തവണ റെക്കോർഡ് ചെയ്യാൻ നോക്കിയപ്പം കൊച്ച ആകെപ്പാടെ കരഞ്ഞ് സീനാക്കി. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഏതായാലും ഈ വീക്കെൻഡ് വരുമ്പോൾ ഞങ്ങൾ ഇതൊന്ന് എങ്ങനെയാണ് ഇത് ലോഡ് ചെയ്യുന്നതെന്നുള്ള പ്രോസസ്സ് ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന്. അപ്പം അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ. ഇങ്ങനെ ഇനിയിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് എന്ത് എളുപ്പമാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞങ്ങളിതൊന്ന് ഫുള്ള് റെക്കോർഡ് ചെയ്തു. ഞങ്ങളുടെ ഇത് ലോഡിങ് പ്രോസസ്സ് ഇതുപോലെ തന്നെയാണ്. അൺലോഡിങ്ങും വലിയ വ്യത്യാസമൊന്നുമില്ല. സ്ട്രാപ്പുകളുണ്ട്, നമ്മൾ റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഹാർനസ്സുകൾ ഇട്ടിട്ടാണ് പോകുന്നത്. ജസ്റ്റ് കാറ്റ് പിടിച്ചാൽ ഇൻ കേസ് എങ്ങാനും പറന്ന് എങ്ങനെയെങ്കിലും മറിഞ്ഞു പോയാലോ എന്നുള്ള ഇതിന് ഒരു പേടിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രിക്കോഷനാണ്. ഇതങ്ങനെ മറിഞ്ഞും പറന്നൊന്നും പോകുകയല്ല, കാരണം ഒരുവിധം നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതൊരു സേഫ്റ്റി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹാർനസ് ഇട്ട് ലോക്ക് ചെയ്തിട്ടാണ് എപ്പോഴും കൊണ്ടുപോകാറ്. ഇവിടെ ഒരു സ്പ്രിങ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ റെഗുലറായിട്ട് എല്ലാ വീക്കെൻഡും തന്നെ കയാക്കിങ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പുതിയതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഫിഷിംഗ് ആണ്. നമ്മളങ്ങനെ ഒരുപാട് ഫിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തതും വളരെ അൺസക്സസ്ഫുൾ ആയിരുന്നു, ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ കുറേ സ്പ്രിങ് സമ്മർ ആക്ടിവിറ്റീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞങ്ങൾ ഇതുപോലെ കുറേ കയാക്കിങ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ചെയ്യും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.